അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മുടെ നേർപ്പഥം വാരികയുടെ പ്രചാരണ മാസമാണല്ലോ ഇപ്പോൾ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതും വരി ചേരാൻ പറ്റുന്ന ഒരു സംവിധാനം ഓൺലൈനിൽ ഇന്ന് നേർപ്പഥത്തിനുണ്ട്. ഈ നേർപ്പഥം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം പറയാം. അതായത് നമ്മുടെ വിശ്വാസം, ഈമാൻ ഉണ്ടല്ലോ. ആ ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. ഈമാൻ നന്നായി അതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു മാനസിക സന്തോഷവും സമാധാനവും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല ഒരു പ്രചോദനവും ഒരു നിർഭയത്വവും എല്ലാം നമുക്ക് ലഭിക്കും. എന്നാൽ അത് ദുർബലമാകുമ്പോൾ ഇതൊക്കെ ദുർബലമാകും. അപ്പോൾ സത്യത്തിൽ ഈമാൻ എന്നുള്ളത് ഇൽമാണ്, അറിവാണ് ശരിക്കും. അറിവിലൂടെ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തമായി നിലനിർത്താൻ പറ്റുള്ളൂ. സംശയങ്ങളില്ലാതെ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് വ്യത്യസ്തമായ പേജുകളിൽ വിവിധങ്ങളായ അറിവുകളെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ നേർപ്പഥം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഖുർആൻ പങ്ക്തി ഉണ്ട്. അതായത് ഒരു അറബി തഫ്സീർ സമ്പൂർണ്ണമായി മലയാളത്തിൽ വായിക്കാൻ നമുക്ക് ഈ ആഴ്ചകളിൽ വരുന്ന ഖുർആൻ വായിച്ചാൽ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മതപരമായി അറിയേണ്ട ഫിഖ്ഹുകൾ, കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു പങ്ക്തി ഒരു ഒരു കൂട്ടം പണ്ഡിതന്മാർ എഴുതിയ ഒരു ഫിഖ് ഗ്രന്ഥത്തിൻ്റെ നേർപരിഭാഷ അതിൽ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ കുടുംബ ജീവിത സംബന്ധമായിട്ടുള്ള ചില കാഴ്ചപ്പാടും പിന്നെ നമ്മുടെ ഓരോ സമയത്തുമുള്ള ഏഹ്, കാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഒരു ദിവസം നിശ്ചയിക്കുക. തിങ്കളാഴ്ച രാത്രി അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാത്രി വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും, ഇത് വായിക്കും എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ഥിരം വായനക്കാരനാവാനും നമ്മുടെ ഈമാനിനെ എല്ലാ ആഴ്ചയിലും ഇത് വരുന്നതുകൊണ്ട് അതിനങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അതിൻ്റെ ഈ പ്രചാരണ കാലഘട്ടം ഡിസംബർ 31 വരെയാണ്. നമ്മളതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളതിൻ്റെ വരിക്കാരാവാൻ പരമാവധി ശ്രമിക്കുക. മറ്റുള്ളവരെ വരി ചേർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.